ഒരു പെൺകുട്ടിക്ക് എത്രത്തോളം അനുഭവിക്കാൻ പറ്റുമോ അത്രയും അനുഭവിച്ചു തീർത്ത വ്യക്തിയാണ് റിൻസി. പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നനഞ്ഞു. ക്രിസ്തുമസിന് ഉച്ചഭക്ഷണം കഴിക്കുവാൻ കൂട്ടുകാരെ ക്ഷണിക്കാറുണ്ട്. തലേന്ന് തന്നെ പാചകത്തിനുള്ള സാധനങ്ങൾ വാങ്ങി. പാതിരാ കുർബാനയ്ക്ക് പോകുമ്പോൾ റിൻസിക്കും മകൾക്കും ഇടുവാനുള്ള ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തതും വാങ്ങി വന്നു. പിറ്റേന്നത്തേക്കുള്ള പണിയൊക്കെ ഒതുക്കി വെച്ച് 11 മണി കഴിഞ്ഞപ്പോൾ പള്ളിയിൽ പോകുവാൻ തയ്യാറായി. ഉറങ്ങിക്കിടന്ന മകനെ എടുത്ത് തോളിൽ കിടത്തി നടന്നു. പുറകിലായി റിൻസിയുടെ അച്ഛനും മകളും ഉണ്ട്. അവർ നടന്ന് ഒരു മൈതാനത്തെത്തി. വിജനമായ ആ മൈതാനത്തിലൂടെ ചുവന്ന ഉടുപ്പും മുഖം മൂടിയും ഇട്ട ഒരു സാന്റാക്ലോസ് വരുന്നത് കണ്ടു. പെട്ടെന്ന് തന്നെ ആ സാന്റാക്ലോസ് റിൻസിയുടെ മുഖത്തേക്ക് എന്തോ ഒരു ദ്രാവകം ഒഴിച്ചു. പിന്നീട് മകന്റെ മുഖത്തേക്കും. വേദന കൊണ്ട് പുളഞ്ഞ റിൻസി ഓടി. പരിഭ്രമത്തിൽ മകളും അച്ഛനും കനാലിൽ വീണു. ആസിഡ് വീണ് മുഖമാകെ പൊള്ളിപ്പോയി. എങ്ങനെയൊക്കെയോ വീട്ടിലെത്തി. വീടിന്റെ പുറത്ത് വച്ചിരുന്ന ബക്കറ്റിൽ നിന്നും വെള്ളം കോരിയൊഴിച്ചു. എത്ര ഒഴിച്ചിട്ടും വേദന കുറയുന്നില്ല. മംഗലാപുരത്തെ ആശുപത്രിയിലായിരുന്നു ചികിത്സ. മുഖത്തെ മാംസമെല്ലാം ഉരുകിപ്പോയിരുന്നു. നെറ്റിയുടെയും മൂക്കിന്റെയും സ്ഥലത്ത് ഒരു ദ്വാരം മാത്രം. വായയുടെ ഒരു ഭാഗം പോയതുകൊണ്ട് ശബ്ദമാകി മാറിയിരിക്കുന്നു. കണ്ണും വായും ഒന്നുമില്ലാത്ത ഒരു വിരൂപ രൂപം. റിൻസിയുടെ വീട്ടിൽ ചേട്ടനും അമ്മയും അച്ഛനുമായിരുന്നു. ഒരു സുഹൃത്തിന്റെ കല്യാണത്തിന് സദ്യ കഴിക്കവേ ചേട്ടൻ വിഷം തീണ്ടി മരിക്കുകയായിരുന്നു. സ്പോർട്സ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കവേ അവിടെ സീനിയറായി പഠിച്ചിരുന്ന ആൾ റിൻസിയോട് വിവാഹാഭ്യർത്ഥന നടത്തി. കുറച്ചു കഴിഞ്ഞ് വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചു. പഠിത്തം കഴിഞ്ഞിട്ട് ആലോചിക്കാമെന്ന് അച്ഛൻ മറുപടി പറഞ്ഞു. പിന്നീട് വിവാഹം കഴിച്ചു തരണം എന്ന് പറഞ്ഞ് അയാൾ ബഹളം വെച്ചപ്പോൾ അച്ഛനും സുഹൃത്തുക്കളും അയാളെ തല്ലി. ഒരു ദിവസം സ്കൂളിലേക്ക് പോകുന്ന വഴി കുറച്ചാളുകൾ ചേർന്ന് കാറിലേക്ക് റിൻസിയെ തള്ളിക്കയറ്റി. അച്ഛൻ തല്ലിയതിന് പ്രതികാരം ചെയ്തതായിരുന്നു അയാൾ. പിന്നീട് അയാളോടൊപ്പം ജീവിക്കുവാൻ തീരുമാനിച്ചു. അധികം വൈകാതെ അയാളോടൊപ്പമുള്ള ജീവിതം ദുഷ്കരമാണെന്ന് തിരിച്ചറിഞ്ഞു. ചെകുത്താന്റെ സ്വഭാവമുള്ള ആൾ. റിൻസിയെയും മകളെയും അയാൾ ഉപദ്രവിച്ചു. റിൻസിക്ക് ഒരു ഡാൻസ് സ്കൂളിൽ ജോലി കിട്ടി. അപ്പോഴാണ് അയാൾ രണ്ടാമതൊരു കുഞ്ഞിനെ വേണമെന്ന് വാശി പിടിച്ചത്. രണ്ടാമത് റിൻസി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. കുറച്ചു വൈകിയാണ് കുഞ്ഞ് ഓട്ടിസ്റ്റിക് ആണെന്ന് മനസ്സിലായത്. എന്നാൽ പീഡനം സഹിക്കാനാവാതെ റിൻസി സ്വന്തം വീട്ടിലേക്ക് പോയി. ഇനിയുള്ള കാലം സമാധാനമായി ജീവിക്കുവാൻ. മോൻ ഇടയ്ക്കിടെ അപസ്മാരം വരുമായിരുന്നു. രാത്രി ആയതുകൊണ്ട് വണ്ടി കിട്ടാൻ വിഷമിച്ചു. ജെയിംസ് എന്ന ആളുടെ ടാക്സിയാണ് അന്ന് കിട്ടിയത്. അയാൾ ഇനി ആവശ്യം വരുമ്പോൾ വിളിക്കുവാനായി നമ്പറും കൊടുത്തു. പിന്നീട് 3-4 തവണ അയാൾ ആശുപത്രിയിൽ കൊണ്ടുപോവാൻ വന്നു. പിന്നീട് അയാളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു. നിയമപരമായിട്ടല്ലാതെ ഭാര്യയാകുവാൻ അയാൾ റിൻസിയോട് ആവശ്യപ്പെട്ടു. നല്ല പ്രായമുള്ള ആളാണ്. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്ത റിൻസി പിന്നീട് ജോലിക്ക് പോയില്ല. റിൻസിയുടെ അച്ഛനോട് വിവാഹാഭ്യർത്ഥന നടത്തുകയും അയാൾ ചെയ്തു. അന്ന് വൈകിട്ട് അയാൾ പള്ളിമുറ്റത്ത് ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്നത് കണ്ടവരുണ്ട്. ചുവന്ന ഡ്രസ്സിട്ട് മൈതാനത്തിലൂടെ പോകുന്നത് കണ്ടവരുമുണ്ട്. എന്നാൽ കയ്യിൽ കരുതിയ ആ കുപ്പിയിൽ ജീവിതം തകർക്കുന്ന ഒന്നാണെന്ന് ആരും കരുതിയില്ല. കോടതി അയാൾക്ക് 12 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും ചുമത്തി. എന്നാൽ വർഷമേറെ കഴിഞ്ഞിട്ടും ഇന്നും വേദനയോടെ കഴിയുകയാണ് റിൻസി.